ഹലോ ഡിയേഴ്സ്, ഇന്നതാ ഒരു കിടക്കാച്ചി ഐറ്റമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്നും പറയാൻ പറ്റില്ല, കുറച്ച് സമയം എടുക്കും കേട്ടോ. കട്ടോരി ചാട്ട് ഇതൊരു നോർത്ത് ഇന്ത്യൻ സംഭവമാണ്, എങ്കിലും നമുക്കത് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടി. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ, അതാണ് കേട്ടോ. അല്ലാതെ പുട്ടിൻ്റെ എടുക്കരുത്, ഇടിയപ്പം ഉണ്ടാക്കാൻ എടുക്കുന്ന അരിപ്പൊടി. കുറച്ച് വറുക്കാത്ത അരിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണിൻ്റെ താഴെ മതി. ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ആകണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമുക്കിത് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഞാനിതിന് മുമ്പൊരു ബാസ്ക്കറ്റ് പൂരിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുമ്പോൾ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വീട്ടിലുണ്ടാക്കണം. ഞാൻ പറഞ്ഞില്ലേ, കുറേ നാളായിട്ട് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പം പുറത്തുനിന്ന് വാങ്ങിയത് ബാസ്ക്കറ്റ് പൂരി, അത് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ നമുക്കിത് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-20 ദിവസം നമുക്ക് വെച്ചിരുന്ന് കഴിക്കാൻ പറ്റും കേട്ടോ. തീർന്നു പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ 20 ദിവസത്തോളമൊക്കെ ഇരിക്കും. അപ്പോൾ ഞാനത് കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ കൂടെ എടുത്തിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് അറിയാൻ വയ്യാത്തവർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക്. അപ്പം നല്ലതുപോലെ ഏകദേശം എനിക്കൊരു 2 കപ്പോളം വെള്ളം ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത അരിപ്പൊടി ആയതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. ഇതാ കണ്ടോ, ഒട്ടും കട്ടയില്ല, നല്ലതുപോലെ ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിലാവണം നമ്മളുടെ ഈ ഒരു ബാറ്റർ. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തവി കൊണ്ട് നന്നായിട്ടൊന്നും കൂടെ നമ്മൾ നോക്കാം, കട്ട വല്ലതും ഉണ്ടോ എന്ന്. കട്ടയുണ്ടെങ്കിൽ നല്ലതുപോലെ ഈ വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് കട്ടകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. കട്ട വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ബാഗിലാണ് ഇത് ചെയ്യുന്നത്, ഒന്നും ചെയ്യാൻ വയ്യാതായി പോവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഇനി നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കുക. ഇനി ഒരു ഗ്ലാസ് ഇതുപോലെ, ഇത് പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ഞാൻ ഈ ഒരു വീഡിയോയുടെ എന്താ പറയുക, തുടർച്ചയായിട്ട് പറയുകയാണ്. നമുക്കിതിലേക്ക് ഈ ഒരു ബാറ്റർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ തന്നെയായിട്ടും കഴിക്കാം. പിന്നെ ആ ബാസ്ക്കറ്റ് പൂരിക്ക് നമ്മൾ ഫില്ല് ചെയ്തില്ലേ, അതുപോലെയും കഴിക്കാം. വെറുതെ ചായയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനും നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ചായയുടെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനി ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഏറ്റവും ഈ പൈപ്പിംഗ് ബാഗിൻ്റെ ഇങ്ങനെ അറ്റത്ത് വരെ വരണം കേട്ടോ. കാരണം നമുക്ക് വളരെ ഒരു സൂചിയുടെ പോയിൻ്റില്ലേ, അത്രയും വലുപ്പത്തിൽ മതി നമുക്കിതിൻ്റെ ഹോളിടുന്ന കേട്ടോ. കാരണം വളരെ എത്രയും ചെറുതാക്കാൻ പറ്റുമോ ഇതിൻ്റെ ഹോള്, അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു കട്ടോരി ചാട്ടിന് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് വളരെ ചെറിയ ഹോളിടുക. കത്രി കൊണ്ട് ചെറുതായിട്ട് എൻ്റെ അറ്റം ഒന്ന് വെട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് ഒരു പണിയാരം പാൻ വെച്ച് കൊടുക്കാം. ഇതാകട്ടെ, വളരെ ചെറിയൊരു ഇത് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ സൂചിയുടെ പോയിൻ്റ് അത്രയും മതി. എന്നിട്ട് ഞാനുണ്ടല്ലോ, എൻ്റെ വലത് കൈ കൊണ്ടാണ് ഞാനിത് പൈപ്പ് ചെയ്തെടുത്തത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഞാൻ ഇടത് കൈ കൊണ്ട്, അതാണ് ഇത്രയും ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ ഇടാതിരുന്നത് കേട്ടോ, അതിൻ്റെ ആ ഒരു ക്ലിപ്പ് കാണിക്കാതിരുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഈ ഇടത് കൈ കൊണ്ട് ചെയ്തത് മാത്രമാണ് നിങ്ങൾക്ക് ഇത് ലേറ്റായത്, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാനായിട്ട്. എന്നിട്ട് ഒരുപാട് ഗ്യാപ്പ് വരാതെ ഹോളങ്ങനെ ഫില്ലാകരുത്. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ആയിപ്പോരുതെങ്കിൽ ഇതുപോലെ ജാളിയായിട്ട്, എന്താ പറയുക, കുറച്ച് ഇങ്ങനെ ഈ ഒരു ഡിസൈനിൽ വരണം കേട്ടോ. ഫുള്ളായിട്ട് ഒഴിച്ച് കളയരുത്. നമ്മുടെ ഈ അങ്ങേയറ്റത്തിരിക്കുന്ന കേട്ടോ, ചെറുതായിട്ട് കുറച്ച് കൂടിപ്പോയി അങ്ങനെ വരരുത്. നല്ല ജാളിയായിട്ടിരിക്കണം അത്. എന്താ പറയുക, അഴി പോലെ നമ്മൾ പറയത്തില്ല, അങ്ങനെ വരണം കേട്ടോ. എന്നിട്ട് ഇതാ കണ്ടോ, ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും. നല്ലതുപോലെ ഫ്രൈ ആകത്തില്ല, അതിന് നമുക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്.
ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്കിങ്ങനെ ഇളകി വരും. നോൺ സ്റ്റിക്കിൻ്റെ പാനൂടെ ആണല്ലോ ഇത്. അപ്പോൾ വീണ്ടും ഞാനിതുപോലെ അതും ആ ഒരെണ്ണം ചെയ്തപ്പോൾ ഞാൻ വീണ്ടും ഈ നമുക്ക് വലത് കൈയാണല്ലോ ഇപ്പോഴും വശമായിട്ടുള്ളത്, അതുകൊണ്ട് ഓർക്കാതെ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ട്രൈപോഡ് അപ്പുറത്തിരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല, നമുക്കവിടെ സൗകര്യം ഇല്ല കേട്ടോ, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണാനായിട്ട് ബുദ്ധിമുട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഇടത്ത് കൈ കൊണ്ട് തന്നെ ചെയ്തെങ്കിൽ മാത്രമേ കറക്റ്റ് കാണാനായിട്ട് പറ്റുള്ളൂ. ഇതെല്ലാം ഞാൻ പല റെസിപ്പി ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്തു പോകുന്നത് കേട്ടോ. അവിടെ അതിനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇത് ഒഴിച്ചിട്ടുണ്ട്. ഒരു 4 പ്രാവശ്യത്തോളം ആയി കേട്ടോ. 4 ബാച്ചായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തത്. കണ്ടോ, നല്ല ഡിസൈനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ മുകളിലൊക്കെ കുറച്ച് നൂല് പോലെ ഇരിക്കുന്നില്ലേ, അത് നമുക്കങ്ങ് ഒടിച്ച് മാറ്റി വെച്ചാൽ മതി. അത് കളയണ്ട. അതും പിന്നെ നല്ല ഷേപ്പ് ഇല്ലാതെ വരുമല്ലോ, അങ്ങനെയുള്ളത് നമുക്ക് പൊടിച്ചിട്ട് നമ്മുടെ ഈ പാനിപ്പൂരിയൊക്കെ നമ്മൾ കഴിക്കത്തില്ലേ, അതും ചിലതൊക്കെ നമുക്ക് നന്നായിട്ട് പൊള്ളി വരാതെയൊക്കെ ഇരിക്കത്തില്ലേ, അപ്പോൾ അതും അതേ ചെയ്യുന്നത് ഞാൻ സാധാരണ ചെയ്യുന്നത് അത് പൊടിച്ചിട്ട് സേവ് പൂരിയൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കളയണ്ട, ഇതുപോലെ ചെയ്താൽ മതി. ഇങ്ങനെ പൊട്ടി വരുന്നതും നല്ല കട്ടോരിയുടെ മോഡലിൽ കിട്ടാത്തത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ കുക്കുംബർ, തക്കാളി, മറ്റുള്ള അതിനകത്ത് ചേർക്കുന്ന ആ ഒരു വെജിറ്റബിൾസൊക്കെ ഇല്ലേ, അതൊക്കെ കൂടെ ചേർത്തിട്ട് നമുക്ക് അങ്ങനെയും കഴിച്ചാൽ മതി. മല്ലിയിലയും നാരങ്ങാനീരും ഒക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതിൽ നമുക്ക് ഞാൻ ബാസ്ക്കറ്റ് പൂരി ഫില്ല് ചെയ്തെന്ന് പറഞ്ഞല്ലോ, ആ രീതിയിൽ നമുക്കിത് ഫില്ല് ചെയ്ത് കഴിക്കാനായിട്ടാണ് കേട്ടോ. അപ്പം നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കട്ടോരി തന്നെയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ഫ്രൈ എന്ന് പറയാൻ പറ്റത്തില്ല, അവിടെ വെന്ത് കിട്ടിയെന്ന് വേണേൽ പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്കത് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2-3 എണ്ണം, 3-4 അതിൽ കൂടുതൽ ഇടാൻ പറ്റില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഈ ഒരു കാര്യത്തിൽ പിശുക്ക് കാണിക്കും കേട്ടോ. കാരണം ഓയിലൊന്നും കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഇതൊന്നും കൂടെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒരിക്കലെടുത്താൽ പിന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ആയിരിക്കണം. ഇന്ന് തന്നെ വല്ലത്തിനും എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ആ പൊടിയൊക്കെ ഉണ്ടല്ലോ മുകളിൽ, അതൊക്കെ മാറ്റിയിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ നാളെ അല്ലെങ്കിൽ ചിലപ്പം അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസൊക്കെ കുറവാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറയ്ക്കുകയാണ്. പിന്നെ ആർക്കും അത്ര ഇങ്ങോട്ട് ഇങ്ങനെയുള്ള ഐറ്റംസാണ് ഇഷ്ടം. അല്ലാതെ നമ്മുടെ വാഴയ്ക്കാപ്പം, നെയ്യപ്പം അല്ലെങ്കിൽ ഉണ്ണിയപ്പം അതിനോടൊന്നും ഇവിടെ ആർക്കും അത്ര ഇങ്ങോട്ട്, എനിക്കും വലിയ താല്പര്യമില്ല. എനിക്ക് ഇതുപോലെ കുറച്ച് മസാലകളും എരിവും ഒക്കെ ഉള്ളതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഇതിലാണ് ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഓയിൽ വളരെ കുറച്ചൊഴിച്ചിട്ട് ഇതുപോലെ കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ലല്ലോ, 2-3 എണ്ണമൊക്കെ ഇട്ടിട്ട് മെല്ലെ നമുക്ക് ഫ്രൈ ആക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഓയിൽ നമുക്ക് കുറച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടാണ് എടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്തത്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു 10-20 ദിവസത്തോളം നമുക്ക് ഡബ്ബയിലാക്കിയിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. 20 ദിവസമൊന്നും ഇരിക്കില്ല കേട്ടോ, അതിന് മുമ്പ് നമ്മൾ തീർക്കും. കാരണം ഇതൊരു 10 എണ്ണമൊക്കെ കഴിക്കണം. 10 എണ്ണം കഴിച്ചാലേ നമുക്ക് കഴിച്ചെന്ന് വരുള്ളൂ. ഇത് നല്ല വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ഈ പാനിപ്പൂരിയുടെ കാര്യം പറഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു സംഭവമാണ്. ഈ നോർത്ത് ഇന്ത്യൻ ഇങ്ങനെയുള്ള വിഭവങ്ങൾ എനിക്ക് അങ്ങനെയായിട്ട് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം ഞാൻ ഒരെണ്ണം എടുത്തിട്ട് നോക്കണം. നല്ല അടിപൊളിയായിട്ടുള്ള പൊടിഞ്ഞ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആക്കണം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ആയില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അത്ര ദിവസമൊന്നും ഇരിക്കത്തില്ല, 10-20 ദിവസമൊന്നും ഇരിക്കില്ല കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആക്കി തന്നെ എടുക്കണം നമ്മൾ. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഫ്രൈ ആയി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഡബ്ബയിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇതുപോലുള്ള നല്ല നോർത്ത് ഇന്ത്യൻ വിഭവവും അതുപോലെ നമ്മുടെ നാടൻ വിഭവങ്ങളും എല്ലാം കാണാനായിട്ട് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് മറന്നു പോകാതെ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് ഈ ഡബ്ബയിലേക്ക് എടുത്ത് വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കേട്ടോ. ഞാൻ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് അങ്ങ് തണുക്കുമല്ലോ, കാരണം വളരെ ചെറുതാണ്. പിന്നെ ഇതുപോലെ ഈ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ തന്നെ ഇത് തണുത്ത് വരും. ഇനി നമുക്കിത് ഇതിലേക്ക് ഞാൻ അടുക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുന്ന ഞാൻ കാണിച്ചിട്ടില്ല, കാരണം നമുക്കത് കാണിക്കണമെന്നില്ല. അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാതെ. ബാസ്ക്കറ്റ് പൂരി ഫില്ല് ചെയ്ത് നമ്മൾ കണ്ടതാണ്, അതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്യാത്തത്. അത്രയും കൂടെ നമ്മുടെ വീഡിയോ ലെങ്ത് ആയി പോവുകയുള്ളൂ.
അപ്പോൾ അതാ ഇവിടെ ഞാൻ ഡബ്ബ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ അടിപൊളി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്